സഹോദരങ്ങളെ, കോവിഡ്-19 പുതിയ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ കഴിയുകയാണല്ലോ. സ്കൂളുകൾ തുറന്നു, മദ്രസകളിലെല്ലാം പ്രവേശനങ്ങൾ ആരംഭിച്ചു. പൂർണ്ണമായും നമ്മളിതുവരെ അനുഭവിക്കാത്ത ഒരു പുതിയ സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെല്ലാവരും നമ്മുടെ മുന്നിലുണ്ട്. അവരെ 24 മണിക്കൂറും എന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് നമ്മുടെ സംസാരങ്ങൾ കൂടിയിരിക്കുന്നു. അവരോടൊത്തുള്ള നമ്മുടെ സമയങ്ങൾ സാധാരണ നിലയേക്കാൾ വർദ്ധിച്ചിരിക്കുന്നു. പൂർണ്ണമായും നമ്മുടെ മക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളായ നമ്മൾ നമ്മുടെ മക്കളോട് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പുലർത്തേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ, അവരോട് നമ്മൾ ഇടപെടുമ്പോൾ അവർക്ക് മാനസികമായും ശാരീരികമായും പ്രയാസങ്ങളില്ലാത്ത രൂപത്തിൽ ഇടപെടാനുള്ള എല്ലാ പരിശ്രമങ്ങളും രക്ഷിതാക്കളായ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. പൂർണ്ണമായി നമ്മുടെ മുന്നിലുള്ള നമ്മുടെ മക്കൾ, ആ കുട്ടികളോട് നമ്മൾ പറയുന്ന വാക്കുകൾ അതവർക്ക് മൂല്യമേറിയതാണ്. ആ വാക്കുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊരു പ്രയാസം വന്നാൽ പ്രിയ ഉപ്പയോട് ഉമ്മയോട് പറയാനുള്ളത് ഒരുപക്ഷെ അവരുടെ മനസ്സിൽ അത് പ്രതിഫലിച്ചേക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള കുട്ടികളോട് നമ്മൾ അനുവർത്തിക്കേണ്ട സ്നേഹവും സന്തോഷവും സൗഹൃദവും പൂർണ്ണമാകുമ്പോഴാണ് നമ്മെ സംരക്ഷിക്കുന്ന, നമ്മോട് കാലങ്ങൾ എത്ര കഴിഞ്ഞാലും സ്നേഹത്തോടെ തന്നെ പെരുമാറുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറുന്നത്. രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾ കൊറോണ കാലത്ത് ഓൺലൈൻ വഴി ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. അതേപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം എല്ലാ സമയങ്ങളിലും ഭക്ഷണം കഴിക്കുന്നവരാണ്. അവരോട് അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് നെഗറ്റീവായ സംസാരങ്ങളല്ല നമ്മൾ അവരോട് പറയേണ്ടത്. അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് അവരോട് സംസാരിക്കരുത്. മറിച്ച് എല്ലാത്തിലും സപ്പോർട്ടോടുകൂടെ അവർക്കാവശ്യമായ കാര്യങ്ങളിൽ അവരോട് സഹകരിച്ച് അവരുടെ മുഴുവൻ വിഷയങ്ങളിലും അവരോട് ചേർന്നു നിന്ന് അവരോട് ഇടപഴകാൻ നമുക്ക് സാധിച്ചാൽ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനഃശാസ്ത്രത്തിൽ പാരൻറ്റിങ് സ്റ്റൈലിൽ പറയുന്ന 4 രീതികളുണ്ട്. അതിൽ ഒന്നാമത്തെ രീതിയാണ് അതോറിറ്റേറിയൻ എന്ന രീതി, അഥവാ ഏകാധിപത്യ രീതിയാണ് ഇതിൽ അനുവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും രക്ഷിതാവ് മാത്രമാണ് ഇതിൽ റോൾ വഹിക്കുന്നത്. തൻ്റെ മകൻ്റെ ഭാഗത്ത് നിന്ന്, തൻ്റെ മകളുടെ ഭാഗത്ത് നിന്ന് അവന് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ, അവന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള അവകാശമില്ലാതെ പിതാവ് തന്നെ, പാരൻ്റ് തന്നെ ഏകാധിപത്യ രീതിയിൽ പെരുമാറുന്നതാണ് അതോറിറ്റേറിയൻ രീതി എന്ന് പറയുന്നത്. ഇതിന് ചില തൽഫലങ്ങളുണ്ട്. ഇതിൻ്റെ ഔട്ട്കംസായി മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഒബീഡിയൻ്റ് എന്നതാണ്. അഥവാ ഏകാധിപത്യ രീതി ആയതുകൊണ്ട് തന്നെ പിതാവ് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അനുസരിക്കാൻ ഈ മകൻ തയ്യാറായിരിക്കും. രണ്ടാമത്തത് ഡിസ്ട്രസ്ഫുൾ എന്നതാണ്. അഥവാ ഏകാധിപത്യ രീതി ആയതുകൊണ്ട് എൻ്റെ കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ആശങ്കാകുലനായിരിക്കും ഈ സ്റ്റുഡൻറ്റ്. മൂന്നാമത്തത്, ഈ കുട്ടി പൂർണ്ണമായും നല്ല നിലയിലേക്ക് എത്തിച്ചേരാതെ, ഹൈ അച്ചീവ് നേടാതെ പല സമയങ്ങളിലും പരാജയം സംഭവിക്കുന്നവരാകാൻ ഈ അതോറിറ്റേറിയൻ രീതി അനുവർത്തിക്കുന്ന രക്ഷിതാക്കളുടെ മക്കൾ ആയിത്തീരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതോറിറ്റേറിയൻ എന്ന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഏതെങ്കിലും രക്ഷിതാക്കൾ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ
പൂർണ്ണമായും അതിനോട് നമുക്ക് രാജി പറയണം. നല്ല രീതികൾ ഏതാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് സന്തോഷങ്ങൾ.